ഗുഡ് മോർണിംഗ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സബ്സേ ബഡാ ഷോമാൻ എന്ന പാഠമാണ് നമ്മളെടുത്തത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ആൻസർ തന്നു, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിൽ ഇപ്പോൾ നമുക്ക് അടുത്തത് 3ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത് 3 പാഠം ഉണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ച പോലെ തന്നെ 3 പാഠങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം അകാൽ ഓർ ഉസ്കേ ബാദ് എന്ന കവിതയാണ്. നാഗാർജുൻ എന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ പിന്നത്തെ പാഠം ഠാക്കൂർ കാ കുആ, പിന്നെ ഏക് ധാൽ ചാന്ദ് ബര എന്ന ഒരു അധിക വായനയുണ്ട്, അതൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അകാൽ ഓർ ഉസ്കേ ബാദ് എന്ന് പേരായ ഒരു കവിതയാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് നാഗാർജുൻ എന്ന കവിയാണ്. ഇനി കവി ആരാണ്, എന്താണെന്നൊക്കെ പറയാം. അപ്പം നാഗാർജുൻ എന്ന ആള് എഴുതിയിരിക്കുന്ന അകാൽ ഓർ ഉസ്കേ ബാദ് എന്ന കവിത, അപ്പം ഇതിലെ അദ്ദേഹം ഒരു ഹിന്ദിയിലെ ഒരു പുരോഗമന സാഹിത്യകാരനാണ്. അതുപോലെ തന്നെ സംസ്കൃതം, ബംഗ്ലാ ഭാഷയിലൊക്കെ അദ്ദേഹം ധാരാളം, ഹിന്ദി കൂടാതെ തന്നെ ധാരാളം രചനകൾ രചിച്ചിട്ടുണ്ട്. പ്രകൃതിയും അതുപോലെ സമകാലീന രാഷ്ട്രീയം, സമകാലീന സംഭവങ്ങൾ, ഇതിനെയൊക്കെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം കവിതകളൊക്കെ രചിക്കാറ്. അദ്ദേഹം കവി ചെറുപ്പത്തിലെ തന്നെ ദാരിദ്ര്യവും ഇല്ലായ്മയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ കവിതകളിൽ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പറയണം. അപ്പോൾ തന്നിരിക്കുന്നത് കവിതയിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട, അദ്ദേഹം മനസ്സിലാക്കിയ കുറേ സംഭവങ്ങളെ ആധാരമാക്കിയിട്ടാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പദ്യത്തിലെ കവിതയാണ്. കവിതയുടെ പേര് അകാൽ ഓർ ഉസ്കേ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ഉസ്കേ ബാദ് ശേഷം, അതിനുശേഷം. അപ്പോൾ ക്ഷാമത്തിന് ശേഷം. അപ്പോൾ ക്ഷാമത്തിന് ശേഷം എന്താ ഉണ്ടാവുക? സമൃദ്ധിയാണ്. അപ്പോൾ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന 2 ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 4 വരി പദ്യം തന്നിരിക്കുന്നത് ക്ഷാമകാലത്തെയും, അതിനുശേഷമുള്ള 4 വരികൾ ക്ഷാമത്തിന് ശേഷമുള്ള സമൃദ്ധിയെയും സൂചിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയാം, ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന്. ഭക്ഷണത്തിന് ദൗർലഭ്യം, കൃഷി ചെയ്യാനില്ല, വെള്ളമില്ല, ഭൂമി മുഴുവൻ വറ്റി വരണ്ടിരിക്കുന്നൊരവസ്ഥ, വളരെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒരു സമയമാണ് അകാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ക്ഷാമം കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണത്തിനുമൊക്കെ, ദാരിദ്ര്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ദാരിദ്ര്യമുള്ള സമയമാണ്. എല്ലാ തരത്തിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയത്തെയാണ് അകാൽ എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഉസ്കേ ബാദ്, അതിന് ശേഷം. ഇപ്പൊ ക്ഷാമം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സുഖത്തിന് പിന്നിലൊരു ദുഃഖം ഉണ്ടാവും, ദുഃഖത്തിന് പിന്നിലൊരു സുഖം ഉണ്ടാവും. അതേപോലെ ദുഃഖമാകുന്ന ക്ഷാമകാലത്തെ ഒരു സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി അതിലെ പറയുന്നുണ്ട്. ഇനി അതെന്താന്ന് പറയാം. അപ്പൊ തന്നിരിക്കുന്ന പാഠഭാഗത്തിലെ ക്ഷാമകാലം കഴിഞ്ഞാൽ അതിനുശേഷം സമൃദ്ധിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമൃദ്ധിയിലെ എന്തെല്ലാമാണ് ഉണ്ടാവണേ എന്ന് പറയാണ്. അപ്പോൾ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാവും, തേൻ കുടിക്കാൻ ചിത്രശലഭങ്ങൾ വരും, വണ്ട് വരും, പിന്നെ ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും, പച്ചക്കറികൾ ഉണ്ടായിരിക്കാം, പൂക്കൾ ഉണ്ടായിരിക്കാം, പഴങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ എല്ലാ ധാന്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധിയാണ്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഫലഭൂഷ്ടമായ ഒരു അന്തരീക്ഷത്തെയാണ് സമൃദ്ധി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ 4 വരി കവിതയിലെ എന്താണ് പറയണേ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അകാൽ ഓർ ഉസ്കേ ബാദ്. അപ്പോൾ ആദ്യത്തെ 4 വരിയിലെ കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. കൈ ദിനോं तक, കൈ ദിനം കുറേ ദിവസങ്ങളായിട്ട്. ചൂല രോയ, ചൂല മീൻസ് അടുപ്പ് എന്നാണ്, കത്തിക്കാനുള്ള അടുപ്പ്. രോയ പറഞ്ഞാൽ ശരിക്കും അർത്ഥം കരയുക എന്നാണ്. ഇവിടെ വിഷമിക്കുക, ബുദ്ധിമുട്ടുക, അതായത് അടുപ്പ് കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ കത്തിക്കാതിരിക്കുന്ന, കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്നു അടുപ്പ്. ചക്കി രഹി ഉദാസ്,
ചക്കി മന ആട്ടുകല്ല് എന്ന് പറയും. നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അരക്കല്ല് എന്നൊക്കെ പറയും. അപ്പോൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ കല്ല്. രഹി ഉദാസ്, ഉദാസ് പറഞ്ഞാൽ നിരാശപ്പെട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക എന്നർത്ഥം. അപ്പൊ ചക്കി രഹി ഉദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുകല്ല് വിഷമിച്ചിരിക്കാൻ എന്താ, അതും ഉപയോഗമില്ല. അപ്പോൾ അതിനൊക്കെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അരയ്ക്കണം, ഉപയോഗിക്കണം. അപ്പൊ അതുപോലെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതും നിരാശപ്പെട്ടിരിക്കണം പറയണം. അതുപോലെ വേറൊന്നാണ് കയ്യിദിനോത്ത കാനി കുത്തിയ. കാനി പറഞ്ഞാൽ ഒറ്റക്കണ്ണുള്ള, വൈകല്യമുള്ള, കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു ഒറ്റക്കണ്ണനായ കുത്തിയ പട്ടി. സോയി ഉൻകെ പാസ്, ഈ പറഞ്ഞ ആട്ടുകല്ലിന്റെ അടുപ്പിന്റെ ഒക്കെ അടുത്തൊക്കെ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് പട്ടി വരെ കയറി കിടക്കുകയാണ്. സോയിമൻ ഉറങ്ങുക, അതും ഉറങ്ങണു, അതിനും പോലും ഭക്ഷണമില്ല, ഒന്നുമില്ലാണ്ടും അതും വിഷമിച്ചാണ് അവിടെ. അപ്പം അതും ദാരിദ്ര്യത്തിന്റെ ഒരു വക്കീലാണ്, അതും അവിടെ കിടപ്പുണ്ട്. ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് നായക്കൾ പോലും അതിൽ കയറി കിടക്കാണ്. അതേപോലെ പറയാണ് കയ്യിദിനോത്ത ലഗി ബീത്ത് പെർ. ബീത്ത് പറഞ്ഞാൽ ഭിത്തി, ചുമര് എന്നർത്ഥം. അപ്പോൾ വീടിന്റെ ചുമരിലെ ചിപ്കലിയോ കി ഗസ്റ്റ്, ചിപ്കലികള് ഉലാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അതായത് പ്രാണികളെ, പാറ്റകളെ ഒക്കെ തിന്നാനാണ് ചിപ്കലി, പല്ലി വരിക. ആ പല്ലിക്ക് പോലും ഭക്ഷണമില്ല, പ്രാണികളില്ല. പ്രാണികളും പാറ്റകളൊക്കെ വരണമെങ്കിൽ വീട്ടില് ധാന്യങ്ങളൊക്കെ ഉണ്ടാവണം. കുറച്ചു കാലത്തൊക്കെ അപ്പൊ അരിയും സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ പ്രാണികളും പാറ്റകളൊക്കെ, പുഴുക്കളൊക്കെ ഉണ്ടാവുക വീടുകളിൽ. കാരണം അതൊക്കെ അവിടെ കിടക്കുമ്പോൾ ഇനി അത് തിന്നാനൊക്കെ ആയിട്ട് വരും. ഇതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അതിനെ തിന്നാൻ വരുന്ന പല്ലിക്ക് പോലും അതിനെ കിട്ടാതെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പോലും ഭക്ഷണമില്ല, പല്ലിക്ക് പോലും ഭക്ഷണമില്ല എന്ന് പറയണു. അപ്പോൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് ചുമരിലെ വെറുതെ കിടന്നടക്കുന്ന കുറെ ക്ഷീണിച്ച അവശയായ കുറെ പല്ലികളെയും കാണാം. അതുപോലെ കയ്യിദിനോത്ത ചൂഹോ കെ ബി ഹാലത്ത് രഹി ശിക്കസ്ത്. ചൂഹ പറഞ്ഞ എലി, ഹാലത്ത് അവസ്ഥ, സ്ഥിതി എന്നൊക്കെ പറയാം. ശിക്കസ്ത് പരാജയപ്പെടുക, അതായത് എലികളുടെ അവസ്ഥ പോലും ശോചനീയമാണ്. അവർ പരാജയപ്പെട്ട് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്, എലിക്ക് പോലും ഇല്ല. അപ്പൊ എലികൾക്കും ഇതേപോലെ പ്രാണികളെയും പാറ്റകളെയും പുഴുക്കളെയും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും കഴിക്കാൻ വേണം. അവരും ഇതേപോലെ തിന്നാനൊക്കെ ആയിട്ടാണ് വീടുകളിലൊക്കെ ആയാലും പറമ്പിലേക്കൊക്കെ ആയിട്ട് വരിക. അപ്പൊ അവർക്ക് പോലും കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പൊ ഇത്രയും നിസ്സാരം അല്ലെങ്കിൽ ചെറുതായ പ്രാണികൾ, ജീവജാലങ്ങൾക്ക് പോലും ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മനുഷ്യരുടെ അവസ്ഥ അറിയാലോ. തീർച്ചയായും അവരും ഇതേപോലെ വളരെ ബുദ്ധിമുട്ടി ഇല്ലായ്മയിലെ ക്ഷാമത്തിലാണ് എന്ന് പറയാണ്. അപ്പൊ അടുപ്പ് കത്തണില്ല, അണഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് ഉപയോഗിക്കണില്ല. അതുപോലെ തന്നെ ഭക്ഷണം ഒന്നും പാകം ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ അടുപ്പ് ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ ആട്ടുകല്ല് അരയ്ക്കാനായിട്ട്, ആട്ടാനായിട്ട് ധാന്യങ്ങളോ സാധനങ്ങളോ അരി സാധനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ ആട്ടുകലിന്റെയും അടുപ്പിന്റെയും അടുത്ത് പോലും പട്ടികൾ പോലും, അതെങ്ങനെ വൈകല്യമുള്ളതാണ്, കണ്ണും കാണാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ആ പട്ടി പോലും അവിടെ വന്ന് കിടപ്പാണെന്ന് പറയണം. അപ്പൊ എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയിട്ടായിരിക്കാം ആ പട്ടി പോലും അവിടെ വന്ന് കിടക്കുക. പക്ഷെ അതിനും ഒന്നും കിട്ടണില്ല, അവിടെ കിടന്ന് അത് ഉറങ്ങുന്നുണ്ട്. പിന്നെ പറഞ്ഞാ ചുമരിലെ പല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കും ഇല്ല ഭക്ഷണം. ഇതേ അവസ്ഥ തന്നെ ആർക്കും, എലികൾക്കും. അപ്പോൾ ധാന്യമില്ലാതെ, ഭക്ഷണ സാധനമില്ലാതെ ഉപയോഗിക്കുന്ന വസ്തുക്കളായാലും അത് കഴിക്കുന്ന ജീവജാലങ്ങൾക്കും വളരെ കഷ്ടപ്പാടാണ് എന്നാണ് കവി ആദ്യത്തെ 4 വരിയില് പറയുന്നത്. ഇനി അടുത്ത 4 വരിയിൽ എന്താ പറയണേ, സമൃദ്ധിയെ സൂചിപ്പിക്കാൻ പറയുന്നത്. ഇനി എങ്ങനെയാ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഭാഗം കൊടുക്കണേ. ദാനെ ആയേ ഘർ കെ അന്തർ കई दिनों के बाद, धुआं उठा आंगन के ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने गुजलाई पांखें कई दिनों के बाद. ഇനി അടുത്ത 4 വരിയിലെ സമൃദ്ധിയാണ്. എങ്ങനെയാ പറയണേ, ദാനെ ആയേ, ദാനെ പറഞ്ഞ ധാന്യം, ആയേ ഘർ കെ അന്തർ, അന്തർ ഉള്ളിൽ, വീടിനകത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ധാന്യം എത്തി, ഭക്ഷണ സാധനങ്ങൾ എത്തി തുടങ്ങി. എങ്ങനെയാ, കയ്യീ ദിനോക്കെ ബാദ്, കുറേ ദിവസങ്ങൾ. ധുവാ ഉഠാ ആംഗൻ കെ ഊപ്പർ കയ്യീ ദിനോക്കെ ബാദ്. ധുവാ ഉഠാ പറഞ്ഞാൽ പുക ഉയരുക, ഉഠന പറഞ്ഞാൽ ഉയരുക. ആംഗൻ കെ ഊപ്പർ, ആംഗൻ സെ ഊപ്പർ പറഞ്ഞാൽ മുകളിലേക്ക്, മുറ്റത്തിന്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകക്കുഴലിൽ കൂടെ പുകയൊക്കെ പോകാണ്. പുക ഉയരുന്നു പറഞ്ഞാൽ എന്താ, സമൃദ്ധിയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടായി തുടങ്ങി, അടുപ്പ് കത്തിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അവിടെ ഭക്ഷണ സാധനങ്ങള്
ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അടുപ്പ് കത്തിച്ചപ്പോൾ പുക ഉയർന്നു എന്നർത്ഥം. ഇതൊക്കെ എപ്പോഴുണ്ടാവണേ? കൈ ദിനോക്കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. അടുത്ത് പറയാണെന്ത്? ചമക് ഉഠി ഘർ ഭർ കി ആങ്കേ കൈ ദിനോക്കെ ബാദ്. ചമക് ഉഠി, ചമക് ഉഠി എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുക, സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഘർ ഭർ കി ആങ്കേം, വീട്ടിലുള്ള ആൾക്കാർ, ആങ്കേം കണ്ണുകള്, ചമക്കൂട്ട് എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുക, സന്തോഷമാണ്. അപ്പോൾ കണ്ണുകൾ തിളക്കമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ സന്തോഷം ഉണ്ടായി. കൈ ദിനോക്കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ വീട്ടിലുള്ള ആൾക്കാർക്കും സന്തോഷം. അടുത്തത് എന്താ? കൗവേനെ ഖുജ്ലായി പാഖേം കൈ ദിനോക്കെ ബാദ്. കൗവ പറഞ്ഞ കാക്ക, ഖുജ്ലാന പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചൊറിയുക എന്നർത്ഥം. ഇവിടെ ചിക്കി പിറക്കുക, പാഖേം ചിറകുകൾ, ചിറക് ചിക്കി വിടർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ കൊക്ക് വൃത്തിയാക്കാനായിട്ട്, ചിറക് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കാക്കകള് കൊത്തുന്നതായിട്ട് കാണാം, ചിറകൊക്കെ വൃത്തിയാക്കാൻ. അപ്പൊ അതൊക്കെ വിടർത്തി അതൊക്കെ വൃത്തിയാക്കിയിരിക്കുന്ന, വൃത്തിയാക്കിയിരിക്കാൻ പറഞ്ഞാൽ എന്താ? ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് വയറൊക്കെ നിറഞ്ഞു, സമൃദ്ധി, സന്തോഷമായി. അപ്പൊ ആ സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ് കൗവേനെ കുച്ച്ലായി പാഖേ. തൻ്റെ ചിറകുകൾ പോലും കൊട്ടി വിടർത്തി പുറത്തുള്ള കാക്കകൾക്ക് പോലും സന്തോഷം ഉണ്ടായി, വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നാണ് അവിടെ പറയുന്നത്. കൈ ദിനോക്കെ ബാദ്, ഇതൊക്കെ എപ്പോഴാ? കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ക്ഷാമം എന്ന കാലം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യത്തെ 4 വരി ക്ഷാമാണെന്നും അടുത്തത് ക്ഷാമത്തിന് ശേഷമാണെന്നും പറഞ്ഞു. അപ്പോൾ ക്ഷാമത്തിന് ശേഷമുള്ള ഭാഗത്ത് എന്താ പറഞ്ഞേ? കൈ ദിനോക്കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം ക്ഷാമകാലത്തിന്റെ ആ മോശം സ്ഥിതി കഴിഞ്ഞിട്ട് വീട്ടിലെ ധാന്യങ്ങളൊക്കെ എത്തിച്ചേർന്നു. അപ്പോൾ വീട്ടിലേക്ക് ധാന്യം എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടിലെ അടുപ്പൊക്കെ കത്തി, ധുവാ ഉഠാന്ന് പറയണം, പുകയൊക്കെ ഉയർന്നു. അടുപ്പ് കത്തിച്ചു, പുക ഉയർന്നു, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണവും സാധനങ്ങളും എല്ലാം വീട്ടിലുണ്ടായി കഴിഞ്ഞപ്പോൾ ചമക്കുട്ടി ഘർ ഭർ കി ആങ്കേ, വീട്ടിലുള്ള ജനങ്ങളുടെ കണ്ണുകൾ തിളങ്ങി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കും സന്തോഷം ഉണ്ടായി. അവരുടെ ആ തിളക്കം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. ഭക്ഷണമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, സമൃദ്ധിയായപ്പോൾ സന്തോഷം. ഇതിന് ശേഷം എന്താ? പുറത്തുള്ള കാക്കകൾക്ക് പോലും ഭക്ഷണം. അപ്പൊ വീടിനകത്ത് ഭക്ഷണം കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കളയും. അത് കഴിച്ച് അതിലത്തെ വേസ്റ്റ് കഴിച്ചിട്ട് പോലും നമുക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ കളയുന്നത്. അതപ്പോൾ അത്രയും സാധനങ്ങൾ കളയാണ്ടായപ്പോൾ അത് കഴിച്ചിട്ട് കാക്കകൾക്ക് പോലും സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കാക്കകളും തൻ്റെ ചിറകൊക്കെ വിടർത്തി അതൊക്കെ ചിക്കിച്ചകഞ്ഞ് വൃത്തിയാക്കി തീറ്റയൊക്കെ കഴിച്ച് അവയ്ക്കും ഭക്ഷണം ലഭിച്ചു, സന്തോഷം ഉണ്ടായി എന്നാണ് ഈ 4 വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കവിതയിൽ പറയുന്നത്. ഇനി ഇതിൽ ചില വാക്കുകളുണ്ട്. ഇപ്പൊ ചൂലാരോയ, ചക്കി രഹി ഉദാസ് എന്നൊക്കെ പറയുന്ന, കാനി കുത്തിയ സോയി ഉനിക്കെ പാസ്, ചിപ്കലിയോ കി ഗസ്ത്, ഹാലത്ത് രഹി ശിക്കസ്ത്, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ക്ഷാമത്തെ സൂചിപ്പിക്കുന്ന വേടുകളെ പരിഹസിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യമായിട്ടാണ് കവി അവിടെ അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചത്. ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരനായ പാവപ്പെട്ടവൻ്റെ, സാധാരണക്കാരനായ ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഇല്ലായ്മയും സൂചിപ്പിക്കാനാണ് അവിടെ അങ്ങനെ ചക്കി, ചൂല എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കൊണ്ടൊക്കെ നമ്മളവിടെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട്, അവർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ജനങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ ഒരു ആക്ഷേപഹാസ്യം പോലെ ഒരു ഹാസ്യ രൂപേണയാണ് കവി അവിടെ ഉദ്ദേശിക്കണേന്ന് പറയണം. ഇനി അത് കഴിഞ്ഞ് പിന്നത്തെ വേർഡിൽ എന്താ പറയണത്? പിന്നെ അവിടെ സന്തോഷത്തെ സൂചിപ്പിക്കാനാണ്. ഈ ചമക്കൂട്ടി, മിന്നിത്തിളങ്ങുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തെയാണ്. ധുവാ ഉട്ട എന്നൊക്കെ പറയുന്നത് സന്തോഷത്തെയാണ്. അപ്പൊ അങ്ങനെയുള്ള വേർഡുകൾ സൂചിപ്പിക്കാനാണ് അവിടെ ബാക്കി ഭാഗങ്ങൾ. ഇതൊക്കെ സന്തോഷത്തെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയും ആദ്യത്തേല് കൊടുത്തിരിക്കുന്നത് ക്ഷാമത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കണം. കവിത നന്നായിട്ട് വായിക്കുക, കാരണം ഇതിന് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ വരും, ഒരു താരതമ്യം ചെയ്തുകൊണ്ട് എഴുതാൻ വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ടീച്ചർ അയച്ചു തരാം. അപ്പോൾ നന്നായിട്ട് കവിത നല്ല പോലെ വായിക്കുക. ആകെ 8 വരിയല്ലേ ഉള്ളൂ. നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.